മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ വാമദേവൻ്റെ കള്ളക്കളികളെല്ലാം കണ്ണനും മഹാലക്ഷ്മി എല്ലാവരും ചേർന്ന് പൊളിച്ചടക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയോടുള്ള ദേഷ്യം എല്ലാം മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ആ ദിവ്യയായ അമ്മ കണ്ണനോട് ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ മോളുടെ മനസ്സ് വേദനിപ്പിക്കരുത്, ആ മോളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് മോനക്ക് വിപരീതമായിട്ട് വരും കേട്ടോ എന്ന്. അതുകൊണ്ട് തന്നെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി പറയുന്നതെല്ലാം കേട്ടിട്ട് മഹാലക്ഷ്മിയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാലക്ഷ്മി എന്തോ ഓർത്തതുപോലെ കണ്ണേട്ടനോട് എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണു. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, എന്താണെങ്കിലും താൻ പറയാമെന്ന് പറയുമ്പം, അതേ കണ്ണേട്ട, എനിക്കൊരു സംശയം മാത്രം, അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തായാലും ഈ അച്ഛൻ്റെ മരണത്തിൽ അമ്മാവന് എന്തെങ്കിലും പങ്കുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്താ താൻ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ, കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് കരുണയുടെ അച്ഛനാന്ന് അമ്മാവനെ അറിയാം, എന്നിട്ടും അമ്മാവനത് എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കാനോ നോക്കണം. അതുമാത്രമല്ല, കരുണയുടെ അച്ഛൻ ഈ സത്യങ്ങൾ ഇനി ആരോടും പറയാതിരിക്കാൻ വേണ്ടി അമ്മാവൻ തന്നെ വീട്ടിൽ ചെന്ന് കരുണയുടെ അച്ഛനെ കൈയും കാലും കൂച്ചി കെട്ടി വായിൽ സ്റ്റിക്കറും ഒട്ടിച്ച് ഏതോ പ്രാന്താശുപത്രി കൊണ്ടാക്കിയിട്ടുണ്ടെന്ന്. അത് കേട്ടതും ഈ കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ അമ്മാവൻ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പം, എനിക്കതൊന്നും അറിയില്ല കണ്ണേട്ട. എന്തായാലും സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കൊന്നത് കരുണയുടെ അച്ഛനാണെന്നറിഞ്ഞാൽ ഏതെങ്കിലും ഒരു സഹോദരന് സഹിക്കാൻ പറ്റുമോ? ഇതിപ്പോൾ കണ്ണേട്ടൻ്റെ അമ്മാവനെ ആഗ്രഹിക്കുന്നത് കരുണയുടെ അച്ഛൻ ഈ സത്യങ്ങൾ ആരോടും പറയരുതെന്നാ. ഇനി ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും സത്യം ഉണ്ടോയെന്ന് അറിയില്ല. അന്ന് ഒരിക്കൽ കണ്ണേട്ടൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അച്ഛൻ അമ്മാവനോട് ദേഷ്യപ്പെട്ട് കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാൻ നിന്ന സമയത്താണ് കണ്ണേട്ടൻ്റെ അച്ഛൻ മരിച്ചതെന്ന്. ഇനി അമ്മാവൻ്റെ കൊട്ടേഷനിലെങ്ങാനും ആയിരിക്കുമോ കരുണയുടെ അച്ഛനെ കൊന്നേന്ന്. ആ സമയം കണ്ണൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, അയാൾക്ക് സഹോദരി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, പിന്നെ സഹോദരിയുടെ ഭർത്താവിനെ എന്തിൻ്റെ പേരിലാണെങ്കിലും കൊല്ലാൻ അയാൾ തയ്യാറാവുമെന്ന് ചോദിക്കുമ്പം, അത് മാത്രമല്ല കണ്ണേട്ട, ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഈ അമ്മാവൻ അച്ഛനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ അമ്മാവനോട് വളരെ ദേഷ്യത്തിലാണ് പെരുമാറിയത്. അതുമാത്രമല്ല, അമ്മാവനൊരു കൊലയാളിയാന്നുള്ള രീതിയിലൊക്കെ അച്ഛൻ സംസാരിച്ചെന്ന് അമ്മ പറഞ്ഞിരുന്നു. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ താൻ പറഞ്ഞതുപോലെ ആ വഴിക്കും സംശയിക്കണം. അതുമാത്രമല്ലടോ, ഇന്ന് ഞാൻ അമ്പലത്തിൽ ചെന്നപ്പം ഞാൻ എപ്പോഴും കാണാറുള്ള ആ ദിവ്യയായ ഒരു അമ്മയില്ലേ, എനിക്ക് പണ്ട് അയ്യപ്പ വിഗ്രഹം തന്നു എന്ന് പറഞ്ഞ ആ അമ്മയെ കണ്ടിരുന്നു. ആ അമ്മ എന്നോട് പറഞ്ഞിരുന്നു ഇനിയും മോൻ സത്യങ്ങൾ അറിയാനുണ്ടെന്ന്. അതുപോലെ തന്നെ മഹി കുറ്റക്കാരി അല്ലെന്നും മഹിയേയും എന്നെയും ദൈവങ്ങൾ കൂട്ടിച്ചേർത്തതാണെന്നൊക്കെ അമ്മ പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അറിയാനുള്ള സത്യങ്ങൾ എന്തായാലും നമ്മൾ അറിയാതിരിക്കില്ലല്ലോ. ഇനി ഞാൻ ആ സത്യങ്ങൾ തേടിയുള്ള അന്വേഷണത്തിലാണെന്നും പറഞ്ഞ് കണ്ണനിരിക്കുന്നുണ്ട്. അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും കണ്ണേട്ടൻ അമ്മാവനുമായിട്ട് നേരിട്ടൊരു വഴക്കിനൊന്നും പോകണ്ട. ഇപ്പം തന്നെ അമ്മാവനാണെങ്കിൽ എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അമ്മാവൻ എന്തിനാ തന്നെ ഭീഷണിപ്പെടുത്തണേന്ന് ചോദിക്കുമ്പോൾ, കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നത് കരുണയുടെ അച്ഛനാണെന്നും ആ സമയത്ത് ഞാൻ കരുണയുടെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നും കണ്ണേട്ടനോട് പറയുമെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് 10 ലക്ഷം രൂപ കൊടുക്കാനാണ് കണ്ണേട്ടൻ്റെ അമ്മാവനെ ആവശ്യപ്പെട്ടെ. എന്തായാലും സഹോദരിയുടെ ഭർത്താവിനെ കൊന്ന ആളുടെ കാര്യം സഹോദരിയുടെ മക്കളോട് പറയാതെ എന്നെ അതും പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആൾ നല്ല ആളാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അയാൾ ഒരിക്കലും നല്ലത് ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല, അയാൾ പണത്തിന് വേണ്ടി എന്തും ചെയ്യും. എന്തായാലും അമ്മാവിന് ഇതിൽ പങ്കുണ്ടോയെന്ന് അറിയണം, എന്നിട്ട് വേണം അമ്മാവനെയും പ്രതാപനെയും ചേർത്ത് എനിക്ക് ആ കേസ് ഫയൽ ചെയ്യാൻ. ഇനി രണ്ടുപേരും അധിക കാലമൊന്നും പുറംലോകത്തുണ്ടാവില്ല, അവരുടെ ജീവിതം ഇനി ജയിലിനുള്ളിലായിരിക്കും. അന്നേരം ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ട എല്ലാം സൂക്ഷിച്ച് വേണം കേട്ടോ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചേ കൈകാര്യം ചെയ്യുള്ളൂ. എന്തായാലും അനന്തുവിനോടും കൂടി ആലോചിച്ചിട്ട് വേണം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ. ഇപ്പം ഞാൻ പോട്ടേടോ പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ട് കണ്ണനാണി പോകുന്നുണ്ട്. പോകാനായിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അനന്തു ലേഖ അവിടെ നിൽക്കുന്നുണ്ട്. അനന്തുവിനെ കണ്ടതും കണ്ണൻ അനന്തുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എടാ അനന്തു, നീ എന്നോട് ക്ഷമിക്കടാ, എനിക്ക് ആ സമയത്ത് നിങ്ങളെല്ലാവരും ആ ഒരു സത്യം മറച്ചു വെച്ചു എന്ന് കേട്ടപ്പം സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ നിന്നോടും ലേഖയോടും മഹിയോടൊക്കെ അങ്ങനെ പെരുമാറിയത്. എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു പോയി, ഇനി നീ അതിൻ്റെ പേരിൽ മഹിയോട് ദേഷ്യം കാണിക്കരുതെന്ന് പറയുമ്പം, ഇല്ലടാ, എനിക്ക് അങ്ങനെ ദേഷ്യമൊന്നുമില്ല, പിന്നെ എൻ്റെ അച്ഛൻ എനിക്ക് ആരായിരുന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ആ അച്ഛൻ്റെ കൊലപാതകമല്ലേ മഹി മറച്ചു വെച്ചത്, അതെനിക്ക് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനെ പെരുമാറേണ്ട വന്നേ. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രതാപം മാത്രമായിരിക്കില്ല, പ്രതാപനെയും കൊണ്ട് ഇതാരെങ്കിലും ചെയ്യിച്ചതാണോ എന്ന് അറിയണമെന്ന്. അന്നേരം അനന്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അത് അറിയണേ എങ്ങനെയാണ്, ഇനി അയാളുടെ വായിൽ നിന്ന് സത്യങ്ങളൊന്നും പുറത്ത് വരരുതെന്നും പറഞ്ഞ് നിൻ്റെ അമ്മാവൻ തന്നെ അയാളെ ഏതോ പ്രാന്താശുപത്രി കൊണ്ടാക്കി, ഇപ്പം അയാൾക്ക് മാറ്റം ഉണ്ടെന്നാണ് പറഞ്ഞത്. അന്നേരം
കണ്ണൻ പറയുന്നുണ്ട്, ഇതിലെന്തിനാ അമ്മാവന് ഇത്ര ഇൻട്രസ്റ്റ് കാണിക്കണേ? സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ പ്രതാപൻ കൊന്നെന്ന് അറിഞ്ഞിട്ടും അത് ഞങ്ങളോട് പറയാതെ അമ്മാവൻ എന്തിനാ മറച്ചു വയ്ക്കാൻ നോക്കണേ? ആ സമയം അനന്ത് പറയുന്നുണ്ട്, ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയം മാത്രമാണ്, നിൻ്റെ അമ്മാവനും ഇതിൽ പങ്കുണ്ടോയെന്നാ മഹിക്കും മഹിയുടെ അമ്മയ്ക്കൊക്കെ സംശയം എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും അമ്മാവനും പങ്കുണ്ടാവും. ഞാൻ അന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അമ്മാവൻ കമ്പനിയിൽ എന്തൊക്കെയോ തിരിമറികൾ നടത്തിയെന്നും അമ്മാവനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കാൻ അച്ഛൻ തീരുമാനിച്ചതും ആ ഒരു സമയത്ത് തന്നെയാണ് ഞങ്ങൾക്ക് ആക്സിഡൻറ്റ് പറ്റിയതും എൻ്റെ അച്ഛൻ മരിച്ചതും. അങ്ങനെയാണെങ്കിൽ ഉറപ്പാടാ കണ്ണാ നിൻ്റെ അമ്മാവനും ഇതിൽ പങ്കുണ്ട്. അത് മാത്രമല്ല, അയാൾ ഈ അവസരം അയാൾക്ക് ഉപയോഗിക്കാനാണ് നിൽക്കണം. അയാൾ ഇത് വെച്ച് മഹിയെ ഭീഷണിപ്പെടുത്തി മഹിയുടെ ഇന്ന് 10 ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മഹി അത് ഒരിക്കലും കൊടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. കണ്ണനോട് ഇത് പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞാൽ മഹിയെ അയാൾ ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അയാളുടെ ഭീഷണിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ, സത്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ അറിഞ്ഞതാണ്. അന്ന് 7ാം മാസത്തെ ചടങ്ങിന് മഹിയുടെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ആ പ്രതാപൻ എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പിന്നീട് അയാൾ കുറേ കാര്യങ്ങളും കൂടെ പറയാനുണ്ട്, നിൽക്ക് മോനേന്ന് എന്നോട് പറഞ്ഞതാണ്. പക്ഷേ അന്നേരത്തെ ആ ദേഷ്യത്തിന് ഞാൻ അയാൾക്ക് പറയാനുള്ള ബാക്കി കാര്യങ്ങൾ കേട്ടില്ല. അതിപ്പോൾ മണ്ടത്തരമായി പോയെന്ന് എനിക്ക് തോന്നാടാന്ന് പറഞ്ഞപ്പം അത് കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയായാലും സത്യങ്ങളൊക്കെ കണ്ടെത്താമെന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, കണ്ണേട്ടൻ വേണമെങ്കിൽ വീട്ടിലേക്ക് പോയിക്കോ, ഇവിടെ ഞാനും അനന്തുവേട്ടനും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ പോയിട്ട് പിന്നെ വരാം, എന്തായാലും നിങ്ങളിവിടെ തന്നെ ഉണ്ടാവൂലേ, ആ ഒരു സമാധാനത്തിലാണ് ഞാൻ പോണേന്നും പറഞ്ഞ് കണ്ണനാണെങ്കിൽ വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണൻ കമലേശ്വരത്തേക്ക് വരാണ്. ആ സമയത്ത് കണ്ണൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടതും ദുർഗ അങ്ങോട്ട് വരുന്നുണ്ട്. ദുർഗ അങ്ങോട്ട് വന്നതും കണ്ണൻ ചോദിക്കുന്നുണ്ട്, കരൺ ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം കരൺ ഇവിടെ ഇല്ല, അവളുടെ അച്ഛനെ കാണാൻ പോയി എന്ന് പറഞ്ഞു. അന്നേരം അവളുടെ അച്ഛനക്ക് ഇപ്പോൾ എന്താ കുഴപ്പം? അയാൾക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ, അയാൾ 7ാം മാസത്തെ ചടങ്ങിന് ഇവിടെ സ്വന്തം കാർ ഓടിച്ച് വന്നതല്ലേ, പിന്നെ അയാൾക്ക് എന്ത് പ്രശ്നമായിട്ട് അയാൾ ആസ്പത്രി കൊണ്ട് ഇട്ടേക്കണേന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, അതില്ലേ മോനെ, വിശ്വട്ടൻ്റെ ആത്മാവ് ഇപ്പോൾ അയാളുടെ ശരീരത്തല്ലേ കയറിയേക്കണേ, അതുകൊണ്ട് തന്നെ അയാൾ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടെന്നാ പറഞ്ഞ്, അത് മാറാൻ വേണ്ടിയിട്ട് അയാളെ ഭ്രാന്താശുപത്രി കൊണ്ടുവന്ന് ഇട്ടേക്കുമോ എന്ന് പറയുമ്പം കണ്ണൻ ചോദിക്കുന്നുണ്ട്, അതിന് അയാളെ ഭ്രാന്താശുപത്രി കൊണ്ടുവന്ന് ഇട്ടേക്കണേ എന്തിനാ? അത് മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തിനാ കൃത്യമായിട്ട് അയാളുടെ ശരീരത്തിൽ തന്നെ ചെന്ന് കയറിയേക്കണേ? ഇനി അയാളെങ്ങാനും ആണോ എൻ്റെ അച്ഛനെ കൊന്നേന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാടാ മോനെ പറയണേ, അയാൾ എന്തിനാ നിൻ്റെ അച്ഛനെ കൊല്ലണേന്ന് ചോദിക്കുമ്പം ഉണ്ണിയോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താടാ തോന്നണേ? കൃത്യമായിട്ട് അയാളുടെ ശരീരത്തിൽ തന്നെ നമ്മളുടെ അച്ഛൻ്റെ ആത്മാവ് കയറണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം വേണ്ടതെന്ന് ചോദിക്കുമ്പം ഉണ്ണിയും പറയുന്നുണ്ട്, എനിക്കും ആ ഒരു സംശയമുണ്ട്, ഞാൻ പല പ്രാവശ്യം ആലോചിച്ചതാണ്, അയാളുടെ ശരീരത്തിൽ എന്തിനാ നമ്മുടെ അച്ഛൻ്റെ ആത്മാവ് ചെന്ന് കയറിയത്? അതുമാത്രമല്ല, അയാളുമായിട്ട് അച്ഛന് മുൻപ് ഒരു പരിചയവും ഇല്ല, അങ്ങനെ പരിചയമില്ലാത്ത ഒരാളുടെ ശരീരത്തിൽ ചെന്ന് കയറേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ നമ്മളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് ഇന്ന് വരെയും അച്ഛൻ്റെ ആത്മാവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിട്ടില്ല, പിന്നെ അയാളുടെ ശരീരത്തിൽ ചെന്ന് കയറാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇതിനെല്ലാം ഉത്തരം കിട്ടും, നീ നിൻ്റെ ഭാര്യയോട് ചോദിക്കുക, അവൾക്ക് സത്യങ്ങളെല്ലാം അറിയാം, അവളും എല്ലാവരും ചേർന്ന് ഒരുപാട് സത്യങ്ങൾ നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട്, എന്തായാലും ആ സത്യങ്ങൾ കണ്ടെത്തിയിട്ടേ ഞാനിനി പിന്നോട്ട് പോകുള്ളൂ എന്ന്. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, കണ്ണേട്ടൻ പറയണതിലും കാര്യമുണ്ട്, കരുണ എന്തൊക്കെയോ കാര്യങ്ങൾ എന്നിൽ നിന്നും നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട്. കാരണം അവളുടെ അച്ഛന് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം അവളുടെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. പല പ്രാവശ്യം ഞാനും അമ്മയും അവളുടെ അച്ഛനെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് അവൾ പറഞ്ഞത് അച്ഛനെ കാണാൻ ചെല്ലണ്ട, അച്ഛൻ മോശമായി പെരുമാറുന്ന, അതുകൊണ്ടാണ് ഞങ്ങൾ പോവാതിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ അവളോട് അച്ഛനെ കാണാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോഴും അവളെന്നോട് പറഞ്ഞില്ല, അച്ഛനെ ഭ്രാന്താശുപത്രിയിലാക്കിയേക്കുമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവളുടെ അമ്മയെ പറഞ്ഞത് അച്ഛൻ അവിടെ ഇല്ലയെന്നും അച്ഛനെ ഭ്രാന്താശുപത്രി കൊണ്ടേ ആക്കിയത് അമ്മാവനാണെന്നും, അമ്മാവൻ എന്തിനാ അയാളെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കിയത്, അയാൾ എന്തൊക്കെയോ വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞ്, അയാൾ പറയണ സത്യങ്ങൾ മറ്റുള്ളവർ കേട്ടാൽ അമ്മാവനക്കും പ്രശ്നമാകുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അമ്മാവൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അയാളും അമ്മാവനും തമ്മിൽ പണ്ടേ പരിചയക്കാരാണ്, അപ്പോൾ അയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളിലൊക്കെ അമ്മാവനും പങ്കുണ്ടാവും. ഇനി അമ്മാവൻ്റെ പങ്ക് മറ്റുള്ളവരെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അയാളുടെ വായടപ്പിക്കാൻ വേണ്ടി അമ്മാവൻ ഭ്രാന്താശുപത്രി കൊണ്ടാക്കിയേക്കണേ. പിന്നീട് ദുർഗ പറയുന്നുണ്ട്, അതെന്തിനായിരിക്കുമോ അല്ലെങ്കിൽ മാമേട്ടൻ അവനെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കാൻ പോയത്, വിശ്വട്ടൻ്റെ ആത്മാവ് അയാളുടെ ദേഹത്ത് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് മക്കളെ എനിക്കും അത് ഓർമ്മ വന്നത്, പ്രതാപനും വിശ്വട്ടനുമായിട്ട് ഒരു പരിചയമില്ല, പിന്നെ എന്തിനാ വിശ്വട്ടൻ അയാളുടെ ശരീരത്തിൽ എന്ന് കയറിയേക്കണേ? ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും വേറൊരു കാര്യം കൂടി ഉണ്ട് കണ്ണേട്ടാ,
ഞാൻ കരുണയുടെ അച്ഛനെ കാണാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ എന്നോട് അമ്മാവനും പറഞ്ഞു ഒരു കാരണവശാലും പ്രതാപനെ കാണാൻ പോകരുത്, പ്രതാപൻ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മോശമായി സംസാരിക്കുമെന്ന്. അതെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവാത്ത. എന്നാൽ അമ്മാവനാണെങ്കിൽ 2-3 പ്രാവശ്യം അയാളെ കാണാനും പോയിന്ന്. അത് കേട്ടതും കണ്ണൻ പറയുന്നുണ്ട് അയാളും അമ്മാവനും തമ്മിൽ പണ്ടേ ബന്ധമുള്ളവരാ, ഇവർ തമ്മിൽ നമ്മളറിയാത്ത എന്തൊക്കെയോ കളികൾ നടന്നിട്ടുണ്ട്. അതെന്താന്നുള്ള സത്യം അറിയണമെങ്കിൽ നീ നിൻ്റെ ഭാര്യയോട് ചോദിച്ചാൽ മതി. അവളങ്ങനെ പെട്ടെന്നൊന്നും സത്യം പറയില്ല, നീ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവൾ സത്യങ്ങളൊക്കെ പറയും. പിന്നെ വേറൊരു കാര്യം, അധികം വൈകാതെ തന്നെ നമുക്ക് ആ പ്രതാപനെ ഒന്ന് പോയി കാണണം. ഞാൻ പ്രതാപനെ കാണാൻ പോകുമ്പം നീയും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. അത് കേട്ടതും ദുർഗ പറയുന്നുണ്ട് ശരിയുടെ മോനെ, കുറേ നാളായി പ്രതാപനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ കർണമോൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ പോവാതിരുന്നതെന്ന് പറയുമ്പം തൽക്കാലം നമ്മൾ പ്രതാപനെ കാണാൻ പോണ വിവരം കരുണയോ ആരും അറിയണ്ട, അത് രഹസ്യമായിട്ട് തന്നെ നമുക്ക് പോയി കണ്ടിട്ട് വരാം, ഒരു കാരണവശാലും ഈ കാര്യം അമ്മാവനോട് പറയരുതെന്ന് പറയുമ്പം ഉണ്ണി പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അമ്മാവൻ കരുണയുടെ അച്ഛനെ ഞങ്ങൾ കാണാൻ പോകുന്നതിനെ എതിർക്കണ ആളാണ്. അമ്മാവൻ അത് എതിർക്കണേ എന്താണെന്നാണ് എനിക്കും മനസ്സിലാവാത്ത. ഇനിയിപ്പോൾ നമ്മളുടെ അച്ഛനെ കൊന്നത് അമ്മാവനും കരുണയുടെ അച്ഛനും കൂടി ചേർന്നായിരിക്കും കണ്ണേട്ടാന്ന് ചോദിച്ചതും നമ്മളുടെ ദുർഗയാണെങ്കിൽ അത് കേട്ടിട്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും അധികം വൈകാതെ തന്നെ ഈ പ്രതാപൻ കണ്ണൻ്റെ അച്ഛനെ കൊന്ന കാര്യങ്ങളും അത് കൊല്ലിച്ചത് വാമദേവനാന്നുള്ള കാര്യങ്ങളും ദുർഗയും ഉണ്ണിയും മഞ്ജു എല്ലാവരും അറിയുന്ന എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത്. അതോടുകൂടി നമ്മളുടെ കരുണയുടെ കമലേശ്വരത്തെ ഭരണമൊക്കെ അവസാനിപ്പിച്ച് കരുണ മിക്കവാറും കരുണയുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരും. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.